ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ ഫിഷ് റൈസ്, അതായത് ഉണക്കമീൻ വെച്ചിട്ട് ഒരു റൈസ് റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഉണക്കമീൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 പോട്ട് മീൽ, അതായത് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും, കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുക മാന്തളാണ്. ഏത് തരം ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ഉണക്കമീനാണല്ലോ. നമ്മൾ കുറച്ച് നേരം കുതിർത്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ് മാന്തൾ. എന്നിട്ട് നമുക്കത് പുരട്ടിയിട്ട് അപ്പം തന്നെ വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവരുത്, നമുക്ക് നുള്ളി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമുക്ക് ഏത് മീനായാലും ഇട്ടാൽ ഉണക്കമീനാവേ വേണ്ടൂ, നമുക്ക് എന്തായാലും എടുക്കാം. പക്ഷേ അളവ് കുറച്ച് മതി. ഉണക്കമീനായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചേർക്കുമ്പോൾ തന്നെ ഫ്ലേവർ വല്ലാതെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ്റെ ഫ്ലേവർ മാത്രമായി കഴിഞ്ഞാൽ റൈസ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, മറ്റുള്ള മസാലകളുടെ ഫ്ലേവർ കൂടെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉണക്കമീൻ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അരിക്കുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളെടുക്കുന്നത് ബിരിയാണി അരിയാണ്. ഇത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി വെച്ചിട്ടായാലും ഇത് ചെയ്യാം. അപ്പോൾ രണ്ടാകുമ്പോൾ 2 തരത്തിലുള്ള രുചിയായിരിക്കുമെന്ന് മാത്രം. ഇപ്പോൾ 2 ഭാഗവും ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇത് തണുക്കുമ്പോൾ നമുക്കിത് നുള്ളിയെടുത്ത് മുള്ളെല്ലാം മാറ്റിയെടുക്കണം. നമുക്കിത് റൈസിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിലിപ്പോൾ നിറച്ച് ഉണക്കമീൻ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ വീണ്ടും കുറച്ചുകൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിടുക, വറ്റൽമുളകിടുക, വേണമെങ്കിൽ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണ പോലെ. അത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്ന് മുളകൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 1 സവോള, 20 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം അതും കൂടിയിട്ട് ഇതിലേക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് വഴറ്റണം. ഇതിൽ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചതയ്ക്കരുത്, അതേപോലെ തന്നെ കിടന്നിട്ട് അത് വെന്തിട്ട് അത് ചോറിൻ്റെ ഒപ്പം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സവോള ഒന്നിങ്ങനെ നന്നായിട്ട് മൂത്ത് വരണം. ഇതിൽ ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് മൂത്ത് വരും. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കാരണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ അംശമൊക്കെ ആ എണ്ണയിലുണ്ട്. അതും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ പീസാക്കിയും ചേർക്കാം, മിക്സിയിൽ അരച്ചും ചേർത്ത് കൊടുക്കാം. 2 ആയാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ തക്കാളി അങ്ങനെ കിടക്കും, മറ്റേത് അതിനോട് ഇങ്ങനെ ചേർന്ന് പോകും, ഈ മസാലയോട് ചേർന്ന് പോകും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് പച്ചമീൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പച്ചമീൻ വറുത്തിട്ട് ഇതുപോലെ പൊടി ചേർത്ത് പിന്നെ ബാക്കി എല്ലാ റെസിപ്പികളും ഒരുപോലെ ചെയ്യാം. ഇനി ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 1.5 കപ്പ് അരി കഴുകി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കിതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലകളൊക്കെ ഒന്ന് അരിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1.5 കപ്പ് അരി എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ബർക്കത്ത് അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിരിയാണി റൈസോ പൊന്നിയരി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 കപ്പ് തിളച്ച വെള്ളം, അപ്പോൾ ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മൾക്ക് ഉണക്കമീനിലെ ഉപ്പുള്ളൂ, ബാക്കി നമ്മൾ അരിയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പായിട്ടുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പായിരിക്കും. ഇനി നമ്മൾ കുറഞ്ഞ തീയിൽ അവിടെ വേവാൻ വയ്ക്കുക. ആ സമയം നമുക്ക് മീൻ നുള്ളിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് ചേർത്താലും നല്ല ഫ്ലേവർ ആയിരിക്കും ഉണക്കമീൻ ആയതുകൊണ്ട്. ഇനി നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടെ വേവാനുണ്ട്. വെന്തിങ്ങനെ ഉലർന്ന് വരണം, കുഴഞ്ഞു പോവരുത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റ് 3 കപ്പ് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളച്ച് തീ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വേവും. ഞാനിവിടെ 3 മീൻ ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതിൻ്റെ വെള്ളം പൂർണ്ണമായി വറ്റുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കുക കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കും. ഒന്നും ഒട്ടിപ്പിടിക്കില്ല, ഒക്കെ വേറിട്ട് കിടക്കുന്നുണ്ടാവും. അരിയെല്ലാതും ഫ്ലേവർ എല്ലാതും നമ്മുടെ ചോറിൽ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അരിയാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു പപ്പടം മാത്രം മതി, തൈരിൻ്റെ പോലും ആവശ്യമില്ല. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി റൈസാണ്. ഇനി വെജിറ്റേറിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കോളിഫ്ലവർ, മഷ്റൂം, പനീർ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് സാധാരണ റൈസ് ഉണ്ടാക്കുന്നത് പോലെ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ദിവസം ഓരോ തരം റൈസ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജോലിയും കഴിയും, ഗ്യാസും ലാഭം, നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം. പുതിനയില വേണ്ട, പുതിനയില ഫ്ലേവർ ഇതിന് അത്ര ചേരില്ല. മല്ലിയില നല്ലതാണ്. മല്ലിയില കുറച്ച് അധികവും, പിന്നെ കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ, അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ കഴിക്കുന്ന ആ അരി, പുഴുങ്ങലരി വെച്ചിട്ടും നിങ്ങൾക്കത് ചെയ്യാം കേട്ടോ. അത് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ അരി എടുത്തത്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ച് നോക്കുക. അടിപൊളി രുചിയായിട്ടുള്ള നല്ലൊരു വിഭവമാണ് നമ്മുടെ ഈ ഡ്രൈ ഫിഷ് റൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാ വീഡിയോസും കാണാം. നല്ല നല്ല റെസിപ്പികളുണ്ട്, എല്ലാം കാണുക, ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക.